പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്നലത്തെ ദിവസം വളരെ സങ്കടത്തോടുകൂടിയും ആശങ്കയോടുകൂടിയും ഒപ്പം കുറച്ച് സന്തോഷത്തോടെയും ഒക്കെയും ഒരു മിക്സഡ് ഇമോഷനിലൂടെ അല്ലെ, ഒരു സമ്മിശ്രമായ വികാരത്തോടു കൂടി നമ്മൾ മലയാളികൾ മുഴുവൻ കണ്ടുനിന്ന ഒന്നായിരുന്നു, ഒരു ദൗത്യമായിരുന്നു പറക്കമുറ്റും മുന്നേ വിട പറഞ്ഞ കുഞ്ഞ് ആലിൻ്റെ മരണവും അതിനുശേഷം ആലിൻ്റെ ഈ അവയവങ്ങൾ അത് 4 പേരിൽ പുതുജീവനാകുന്ന കാഴ്ചയുമൊക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. പറക്കമുറ്റും മുന്നേ വിട പറഞ്ഞ കുഞ്ഞ് ആലിൻ ഇനി 4 കുഞ്ഞുങ്ങളിലൂടെ പുതുജീവനായി തുടിക്കും. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കിംസ് ആശുപത്രിയിൽ തുടരുകയാണ്. നാളെ വൈകിട്ട് 3:30 കോട്ടയം നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ വെച്ചാണ് കുഞ്ഞിന്റെ സംസ്കാരം നടക്കുക. ബിനിൽ ലീല സാബു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഈ പറഞ്ഞതുപോലെ കുഞ്ഞുമകൾ 10 മാസം മാത്രം പ്രായമുള്ള വളരെ ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞുമകൾ 4 പേർക്ക് പുതുജീവനാണ് നൽകിയിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ കിംസ് ആശുപത്രിയിൽ എങ്ങനെ പുരോഗമിക്കുന്നു? മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? സേതു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുഞ്ഞാലിൻ വലിയ വേദനയാണെങ്കിൽ പോലും ആ കുഞ്ഞാലിൻ ഈ 4 പേർക്കാണ് പുതുജീവനേകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃക്കയുടെ അവയവദാനം നടത്തിയിരുന്നു. അത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. 10 വയസ്സുള്ള ഒരു കുഞ്ഞിനാണ് ആ വൃക്ക ദാനം ചെയ്യുന്നത്. അത് 2 വൃക്കകളും ഒരാൾക്കാണ് നൽകുക. അത് ഒരാൾക്ക് തന്നെ നൽകണം എന്നുള്ളത് തന്നെയാണ് ഈ ഇന്നലെ ഡോക്ടർമാർ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ സർജറി പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ കരൾ മാറ്റ ശസ്ത്രക്രിയ അതിപ്പോൾ പുരോഗമിക്കുകയാണ്. കിംസ് ആശുപത്രിയിലാണ് കരൾ നൽകുന്നത്. അത് 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് ഈ കരൾ നൽകുന്നത്. അതിന്റെ സർജറി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 14 മണിക്കൂർ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി എത്തിയപ്പോൾ തന്നെ അതിന് പിന്നാലെ 1 മണിക്കൂറിനുള്ളിൽ ആ സർജറി തുടങ്ങിയിരുന്നു. ഇപ്പോൾ അത് പുരോഗമിക്കുകയാണ്. ഏകദേശം 11 മണിക്കൂർ അത് പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. നേരത്തെ നേത്രപടലം അവിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി നൽകിയിരുന്നു. ഹൃദയവാൽവ് നൽകുക ശ്രീത്ര ആശുപത്രിയിലാണ്. അങ്ങനെ 4 പേർക്കാണ് കുഞ്ഞാലിൻ പുതുജീവൻ ഏകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിൽ നിന്ന് റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് ഈ അവയവങ്ങളുമായി ഈ വാഹനം എത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് ഈ അപകടം കോട്ടയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ വലിയ വേദനയായിരുന്നു. കൊച്ചിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ അവിടെ ഉള്ള പരിശോധനയിൽ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. പിന്നാലെയാണ് അവയവം മാറ്റം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നിലവിൽ എന്തായാലും ഈ വൃക്കയുടെ അവയവം മാറ്റം അത് പൂർത്തിയായിട്ടുണ്ട്. മെഡിക്കലിലെ ഡോക്ടർമാരുടെ പ്രതികരണം അല്പസമയത്തുള്ളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കരൾ മാറ്റ സർജറി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 11 മണിയോടെ പൂർത്തിയാകും. അതിനുശേഷം ഈ ഡോക്ടർമാർ മാധ്യമങ്ങൾ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി ബിനിലെ, ഓക്കെ.